എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഇതെന്റെ ചേച്ചീന്റെ ഭർത്താവാണ്. ഈ നിഷ്കളങ്കമായി മുഖത്തോട്ട് നോക്കി ഇദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥമായ സ്നേഹം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ജീവിക്കാനുള്ള തീരുമാനം എടുത്തത്. എന്റെ ചേച്ചീന്റെ പെണ്ണ് കാണാൻ വന്ന അന്ന് തുടങ്ങിയുള്ള സ്നേഹമാണ് ഞങ്ങൾ തമ്മിൽ. അന്ന് എനിക്ക് 15 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എനിക്ക് 18 വയസ്സും കഴിഞ്ഞ് 21 വയസ്സുമായി. അതിനിടയ്ക്ക് അറിയാണ്ട് ചേച്ചിയിൽ 3 കുട്ടികൾ ഉണ്ടായിരുന്നല്ലാതെ ഏട്ടൻ വേറൊരു തെറ്റും ചേച്ചിനോട് ചെയ്തിട്ടില്ല. പിന്നെ ചേച്ചിന്റെ അടുത്ത് ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അതുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പൊ പിന്നെ ഈ ഒരു വീഡിയോ ചേച്ചിക്ക് തെളിവായിട്ട് കിട്ടും. ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. ഞങ്ങളുടെ പിന്നാലെ ആരും വരരുത്. പ്രത്യേകിച്ച് എന്റെ പിന്നാലെ വരരുത്. ഞങ്ങളിനി മലപ്പുറം ജില്ലയിലേക്ക് കാല് കുത്തില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോ താമസിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ്. ആരും ഞങ്ങൾ അന്വേഷിച്ച് പിന്നാലെ വരരുത്, ലൊക്കേഷൻ പറഞ്ഞെന്ന് വെച്ചിട്ട്. കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാണ്. എന്നുവെച്ചാൽ ഏട്ടനെ പൂർണ്ണമായിട്ട് കൊണ്ടുപോവല്ല. ചേച്ചിക്ക് എപ്പോ വേണമെങ്കിലും ഞാൻ വരും ഞാൻ തിരിച്ചു വരും. എനിക്ക് അവിടുന്ന് ഒരു 2-3 എണ്ണത്തിന്റെ കൂടെ പോക്കാനുണ്ട്. അല്ല, തിരിച്ചു കൊണ്ടുവരാനുണ്ട് എന്റെ കൂടെ. ഞാൻ വരും. അപ്പം അങ്ങനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇട്ടെറിഞ്ഞ് പോവല്ല. ഇത് എന്റെ സാലറി കിട്ടാൻ വൈകിയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാത്തിരുന്നത്. ഈ തിങ്കളാഴ്ച എന്റെ സാലറി കിട്ടും. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും. പിന്നെ ഏട്ടന്റെ സ്നേഹമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സ്നേഹം ഇഷ്ടം പോലെ ഉണ്ട്. ആ ഒരു സ്നേഹമാണ്, ഈ ഒരു ആത്മാർത്ഥ സ്നേഹം ഞങ്ങൾക്കിനി വേർപിരിഞ്ഞ് ജീവിക്കാനേ സാധിക്കില്ല. അത്രയേ ഉള്ളൂ.